ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ഒരു കാര്യം ചെയ്യണം കേട്ടോ. അതിനുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കടുകും ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും ഒഴിച്ച് ഉപ്പുമൊക്കെ ഇട്ടിട്ട് നമുക്ക് റവയും കൂടെ ഇട്ട് റെഡിയാക്കി എടുക്കാം. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇടും കേട്ടോ ഞാൻ. അപ്പം ഞാനിതൊരു 1/4 കിലോ വരുന്ന ഒരു പൊടിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ. 1/4 കിലോ റവ എടുത്തിട്ടുള്ളൂ. കാര്യം വെച്ചാൽ ഇവിടെ കുറച്ച് ഇഡലി ഇരിപ്പുണ്ട് ഇന്നലത്തെ. അപ്പം ഞാനതൊന്ന് ആവി കയറ്റി എടുത്ത് പിന്നെ തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോന് ഉപ്പുമാവ് കഴിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇഡലി ചമ്മന്തിയും കൂടെ ആക്കിയത്. പിന്നെ ചോറ് വെച്ചിട്ടുണ്ട്, മോന് ചോറ് കൊടുത്തു വിടണം ഇന്ന്. പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കി, ചമ്മന്തി അരച്ച് മാങ്ങ ചമ്മന്തിയും പിന്നെ മുട്ടയും വറുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനിന്ന് ഒറ്റയ്ക്കല്ല ഇവിടെ. കാര്യം ചെന്നാൽ എനിക്ക് ഇപ്പം അടുക്കളയിലും മിണ്ടാനും പറയാനൊന്നും ആരുമില്ല. ഒറ്റയ്ക്ക് ഇന്ന് ജോലി ചെയ്യണ കാരണം വല്ലാത്തൊരു ഉത്സാഹക്കുറവ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉപ്പുമാവൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു കട്ടൻ ചായയും കൂടെ വെക്കണം. പാലിപ്പോൾ വാങ്ങാറില്ല. നനിക്കുട്ടിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായതിന് ശേഷം ഡോക്ടർ പറഞ്ഞാണ് രാവിലെ ചായയൊന്നും കുടിക്കരുതും. അല്ലെങ്കിൽ നമ്മൾ രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആഹാരം കഴിക്കാനൊന്നും പറ്റത്തില്ല, അസിഡിറ്റിയും ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓർത്തു വേണ്ട, ചായ രാവിലെ കുടിക്കേണ്ടെന്ന്. വൈകിട്ട് കുടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പുമാവും 2 ഇഡലിയും ചമ്മന്തിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ. മോന് ഇഡലിയാണ് കൊടുത്തത്. അങ്ങനെ ചോറും എല്ലാം എടുത്ത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോൻ ഓഫീസിലേക്ക് പോവുകയാണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് 2-3 ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും വീട്ടിലില്ല. രാവിലെ തന്നെ ചോറും കറികളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഒരു ഉച്ചയോടായി ഞാൻ വീട്ടിൽ വന്നപ്പോഴേ. അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ ടേബിളിൽ ഇരുന്ന് കഴിക്കാനൊന്നും പോയില്ല. കാര്യം ആരും കൂടെ ഇരിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതും കൊണ്ട് ഞാൻ ടെറസേ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പുറത്ത് കുറച്ച് തുണി ഉണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ കഴിയ തുണിയാണ്, അത് കുറച്ചുകൂടെ ഉണങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വിരിച്ചിട്ട് പിന്നെ ഗരം മസാല പൊടിക്കാനായിട്ടേ, ഗരം മസാല മസാലക്കൂട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചക്കക്കുരുവും വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചക്ക പൊളിച്ചതിൻ്റെ കുരുവേ. അപ്പോൾ അതൊക്കെ കൂടെ വെച്ചിട്ടുള്ളത് കൊണ്ടും പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കഴിക്കാൻ ഒരു രസം തോന്നി. അങ്ങനെ അവിടെ ഇരുന്നാണ് ഊണ് കഴിച്ചത് ഞാൻ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ ചെറിയൊരു മഴക്കാറൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഇത് വിരിച്ചിട്ടിരിക്കുന്നതൊക്കെ എടുത്തില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മഴ വീഴും. അങ്ങനെ ഞാൻ ആ തുണിയെല്ലാം ഒന്ന് പെറുക്കിയെടുക്കണേ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല, അനിക്കുട്ടി ഇവിടെ ഇല്ല, അനിക്കുട്ടിയുടെ അമ്മ വന്ന് വീട്ടിലേക്ക് 2 ദിവസത്തേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ. അത് കർക്കിടകം നിൽക്കാൻ പോകണമെന്നാണ് അതിന് പറയണത്. അത് പണ്ട് തൊട്ടേ ഉള്ള ഒരു ആചാരമാണ് കേട്ടോ, നമുക്കിവിടെ ഉണ്ടത്. പക്ഷേ ഇപ്പം അവരത് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അതൊക്കെ ഇപ്പം വേണമെന്നൊക്കെ ചോദിച്ചതാണ്. പക്ഷെ അവർ അന്നത്തെ ആ ഒരു ആചാരം ഇപ്പോഴും പോകുന്നുണ്ട്. പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന കർക്കിടക മാസം, എല്ലാ കർക്കിടക മാസം അല്ല കേട്ടാ, ആദ്യത്തെ കർക്കിടകത്തിന് നമ്മളെ വീട്ടിൽ നിന്ന് അമ്മ വന്ന് കൂട്ടിക്കൊണ്ട് പോകും. 1 ദിവസമോ 2 ദിവസമോ നിൽക്കുകയുള്ളൂ. അതൊരു ചടങ്ങാണ്. അത് നമുക്കിവിടെ ഉണ്ട് കേട്ടോ. അതാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ പലർക്കും അറിയില്ലെന്നും പറഞ്ഞ് കമന്റ് ഇട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം കേട്ടാ. അനിക്കുട്ടിക്ക് പോകാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു. ഞാനും പറഞ്ഞാൽ പോകണ്ടെന്ന്. പക്ഷെ അന്നേരം വീട്ടുകാർക്ക് അതൊരു സങ്കടമാകത്തില്ലേ, അവർ വന്ന് പറഞ്ഞിട്ട് പോയില്ലല്ലോ എന്ന് സങ്കടപ്പെടത്തില്ലേ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പിന്നെ ഞാൻ ആ തുണികളെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ചക്കക്കുരുവും കൂടെ വാരി എടുത്തിട്ടുണ്ടായിരുന്നേ. എന്തായാലും മഴ വീഴും. അപ്പം ഞാൻ ആ മസാലക്കൂട്ടും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ അപ്പം മോൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ കൊണ്ടുവരും എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ആ ഫോണും എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. എപ്പോഴാ വിളി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ താഴെ വന്ന സമയത്ത് ആ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ ഞാൻ പിന്നെ അത് പോയി വാങ്ങിച്ചു. ഇപ്പോൾ എന്താണെന്ന് ഞാൻ പറയാന്ന് വെച്ചാൽ ഒരു കുഞ്ഞു റേഡിയോ, അതായത് നമുക്ക് അടുക്കളയിൽ വെച്ചിട്ട് പാട്ട് കേൾക്കാനും ഒരുപാട് നല്ല അറിവുകൾ കിട്ടുന്ന പരിപാടികളൊക്കെ കേൾക്കാമല്ലോ. നമ്മുടെ പഴയകാല ഒരു ഓർമ്മ അല്ലേ. വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ റേഡിയോ വെച്ച് ഇതുപോലെ പരിപാടിയും ഒക്കെ കേൾക്കുന്നത് കാണുമ്പോൾ ഞാൻ ആലോചിക്കും ഒരു കൊച്ചു റേഡിയോ കിട്ടിയിരുന്നെങ്കിലെന്ന്. ഇത് ഓർഡർ ചെയ്ത പോലും ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടാ. റേഡിയോ വരുന്നുണ്ട്, അമ്മ അത് വാങ്ങിച്ചോന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. ഇതിന്റെ വിലയെന്ന് വെച്ചാൽ 1700 രൂപയാണ് കേട്ടാ. നല്ല റേഡിയോയാണ്. ഞാനത് കൊണ്ടുവന്ന് അടുക്കളയിൽ വെച്ച്. അപ്പോൾ നമുക്ക് പാചകവും നടക്കും, നമുക്ക് പരിപാടിയും കേൾക്കാം, നല്ല നല്ല പാട്ടുകളും ആരോഗ്യ വാർത്തകൾ, പ്രാദേശിക വാർത്തകൾ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ ആ മസാല കൂട്ടെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടാ. അത് ഇനി പൊടിച്ചെടുക്കണം.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. മറ്റു വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളകും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കുരുമുളക് പൊടിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ മസാലക്കൂട്ട് പൊടിക്കാനിട്ടത്. ആ ജാറിൽ തന്നെ ഞാൻ മസാലക്കൂട്ട് പൊടിക്കാനിട്ടിട്ടുണ്ടായിരുന്നേ. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഇപ്പം നല്ല മഴയാണ്. മഴയുള്ള സമയത്താണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ മസാലക്കൂട്ടും കൂടെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ, സീ യു.